വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, വ്യാപാര മേഖലകളിലെ പ്രമുഖർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം കൂടുതൽ സൗകര്യങ്ങളോടെയാണ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സമീപ പഞ്ചായത്തുകളിലുള്ളവർക്കും ഉപകാരപ്രദമാവുന്ന വിധത്തിലാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്രം മിഷന്റെ ഭാഗമായാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് ഇന്ന് ലോകത്തിന് തന്നെ മതിപ്പുള്ള ഒരു കാലഘട്ടമാണ്. അതിന് കാരണം ഈ മേഖലയിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഓരോ പ്രദേശത്തെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പൊതുസമൂഹം തന്നെ തയ്യാറാവുന്ന രീതിയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ നിരവധിയായുള്ള അസുഖങ്ങൾ നമ്മളെ ബാധിച്ചു. കോവിഡ് പോലുള്ള വലിയ അസുഖങ്ങൾ ബാധിച്ച സമയങ്ങളിലൊക്കെ തന്നെ അതിൽ നമ്മൾ ഇടപെട്ട രീതി എന്നുള്ളത് ജനകീയമായി തന്നെയാണ് അതിനൊക്കെ നേരിടാൻ നമുക്ക് കഴിഞ്ഞത്. അപ്പോൾ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അവർ നൽകിയ സേവനം ഏത് കാലത്തും നമ്മൾ ഓർക്കുക തന്നെ ചെയ്യും. കാരണം ലോകത്ത് മറ്റേത് രാജ്യത്തിനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹം ചെയ്തത് എന്ന് നമുക്കറിയാം. ഇന്ന് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ നവീകരിച്ച ഈ കുടുംബാരോഗ്യ കേന്ദ്രം അതിൻ്റെ പുതിയ കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ വെൽനസ് സബ് സെൻ്ററിൻ്റെ ശിലാസ്ഥാപനം ഇപ്പോൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ പ്രദേശത്തുള്ള ആളുകൾ ഏറ്റവും ഗുണം ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. വളരെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമുക്കൊരു മനോഹരമായ ആരോഗ്യ കേന്ദ്രം പൂർത്തിയാകുന്നു എന്നത് സന്തോഷകരമാണ്. ബഹുമാന്യായ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് മുൻ MLA ശ്രീ മഞ്ഞളാംകുടി അലി സാഹിബിനോടാണ്. അദ്ദേഹത്തോടുള്ള ആ നന്ദി അറിയിക്കാൻ കൂടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ട്. ഞങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും, പക്ഷെ പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഘടനയുടെ പ്രത്യേകത അതിൽ പ്രതിപക്ഷം ഇല്ല, എല്ലാവരും ഭരണസമിതിയാണ് എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ KP, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീശാന്ത് K, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ്, ഡോക്ടർ അനൂപ് TN, മൊയ്തുപ്പു പിലാക്കൽ, ഡോക്ടർ ഷാനവാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, രാഷ്ട്രീയ, സാമൂഹ്യ, വ്യാപാര മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ അടുത്ത 3 വർഷത്തേക്കുള്ള പെയിന്റിംഗ് ജോലികൾ സൗജന്യമായി ചെയ്തു നൽകുന്നതിനുള്ള സമ്മതപത്രം ക്ലാരിറ്റി പെയിന്റ് ഡയറക്ടർമാർ മന്ത്രി വി അബ്ദുറഹ്മാന് കൈമാറി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.